ഇനി എൻ്റെ വഴിയിൽ നിന്ന് അധികം വീഡിയോക്കാർ കേൾക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പോകാം. ഇത് ഞാൻ ഒരു 10 കൊല്ലം മുമ്പ് ചീമാട്ടിന്ന് മേടിച്ചതാ. സമയത്ത് പോണതിന് വേറൊരു ഉദ്ദേശം ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ കാണിക്കാം. അതെ അല്ലേ? ദൈവം അങ്ങനെ ഒരു കഴിവ് തന്നിട്ടുണ്ട്. പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അമ്മയുടെ ഓർമ്മക്കുറിപ്പ് സംസാരിക്കണല്ല പിടിച്ചു. നിന്റെ ഈ വേഷം ഭയങ്കരമായിട്ട് തിളങ്ങണം. നിന്റെ രഹസ്യം എന്നാ? നീ ചില നിറവും വെച്ചിട്ടുണ്ട്. എനിക്കൊരു കുശുമ്പ്. അന്ന് പറിച്ചു കളഞ്ഞു നന്നായി. ട്രാക്ടർ ആദ്യമായിട്ട് വന്നത് അതെ, അവിടെയാന്നിതേ. അതേന്നേ, പരിയാവണേന് മുമ്പുള്ള ഒരു പാകാണത്. മോട്ടർ അടിക്കുവാണോ? ഈ പയറൊക്കെ പൂച്ചി പിടിച്ചേക്ക് ആ തോട്ടില് വെള്ളത്തിലേക്ക് എടുക്കും. അങ്ങനത്തെ പണി ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 കാലഘട്ടത്തിന്റെ ഇടയിലുള്ള പക്ഷെ എനിക്ക് കൂടുതൽ നൊസ്റ്റാൾജിയ. അയ്യോ, അതേ നല്ല രസാത് കൂടിന്റെ ഉള്ളിൽ കയറുന്നല്ലേ. ഞങ്ങളിപ്പോ എല്ലാവരും ഇങ്ങനെ പാടത്തൊക്കെ പോയി ചുറ്റി അടിച്ച് വന്നില്ലേ നോബിനെ കൂട്ടി. അപ്പൊ ഞങ്ങളിങ്ങനെ പാടത്തെ പടങ്ങളും എല്ലാം എടുത്തു. അപ്പൊ എനിക്കൊരു ആഗ്രഹം, നമുക്ക് കിട്ടി ഇഷ്ടസസ്യം മഴയില്ലാതെ ഉണങ്ങിപ്പോകുമേ. ഓ, മഞ്ഞപ്പറവയാണല്ലോ അന്ന്. പക്ഷെ അതിന്റെ മറ്റേന്റെ ബ്ലൗസായി പോയി. ഓ, മഞ്ഞയും ഓറഞ്ചും ഒരു പ്രത്യേക കോമ്പിനേഷൻ. അതാണ് ഇന്നൊരു പ്രത്യേക ബ്യൂട്ടി ഉണ്ട് കേട്ടോ. നല്ലതാ. കമ്മലിട്ടില്ല. കമ്മലൊന്നും നോക്കിയിട്ട് കാണാനില്ല, തിരക്കായി പോയി. അപ്പൊ നീ ജോലിക്ക് പോകുമ്പോ കമ്മല് കാണണ എങ്ങനെയാടി? അന്നേരം ഈ പണിയല്ലല്ലോ നമ്മൾ ചെയ്യണേ. എന്റെ വഴിയിൽ നിന്ന് അധികം വീഡിയോക്കാർ കേൾക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പോകാം. എവിടെയാ പോണേന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. എന്റെ വീട്ടിലേക്കാ. അതിന്റെ സന്തോഷം ഇന്ന് കാണാനുണ്ട്. അമ്മയുടെ മുഖത്തൊന്ന് ട്യൂബ്ലൈറ്റ് ഉണ്ട്. സാരിയുടെയും കൂടെ ആന്ന് തോന്നുന്നത്. ഇത് ഞാൻ ഒരു 10 കൊല്ലം മുമ്പ് ചീമാട്ടിന്ന് മേടിച്ചതാ. സെലക്ട് ചെയ്ത് ചെന്നപ്പോ വേനൽക്കാലത്ത് അവിടെ ഇങ്ങനെ റാക്കിൽ തൂക്കിയിട്ടേക്കണ കണ്ടതാ. അന്ന് വളരെ റേറ്റ് കുറവായിരുന്നു. 850 അങ്ങനെ എന്തോ റേറ്റ് ഉണ്ടായിരുന്നു. കോട്ട സാരി അമ്മയുടെ ഫേവറേറ്റ്. വണ്ടി എത്ര നോക്കിയാലും ഇല്ലേ? കയ്യുമ്മൊക്കെ കാണിച്ച വണ്ടിക്ക് ഒരു ബെല്ലും ബ്രേക്കുമില്ല. നമ്മള് നമ്മുടെ കാര്യം നോക്കുക. സമോസ ഒക്കെ തീർന്നു തോന്നുന്നല്ലേ. തീരുമാനിച്ചോ? ബോക്സിലാക്കണം. 12-15 രൂപ കേട്ടോ. എന്താ വാങ്ങിയേ? ചെറിയ ജിലേബി 2 എടുത്തേക്ക്. പിന്നെ മോനോട്ടിനൊരു മിൽക്കി ബാർ വേണം. അതവിടെ നോക്കാം. മിൽക്കി ബാർ ആണോ മോനോട്ട് ഇഷ്ടം? വൈറ്റ് ചോക്ലേറ്റ്. പിന്നെ അതെടുക്കാം. എല്ലാം ട്രാക്കുകളിൽ ഇങ്ങനെയാക്കി. എനിക്കറിയാൻ പറ്റും. അത് മതി. ഇനി ഒരു മിൽക്കി ബാർ. കിറ്റ്കാറ്റ് ഇഷ്ടമാണോ? വൈറ്റ് ആണോ ഇഷ്ടം? ശരി. മിൽക്കി ബാർ. മേടിച്ചോ, എടുത്തോളാം. വീഡിയോയിലൊന്നും വന്നിട്ടുണ്ട്, കുഴപ്പമില്ലല്ലോ. മേടിക്കണം
എപ്പോഴും ഞങ്ങൾക്ക് പെർമിഷൻ തരും. കണ്ടു. ആ ശരി എന്നാ. ഞാനൊന്ന് നല്ല ഗ്രീനറിയിലൂടെയാണ്. ഗ്രീനറിയുടെ ഇടയിലൂടെ പോകുമ്പോ ഗ്രീനറിയേ ഉള്ളൂ. കാലത്തെ ആണെങ്കിൽ നല്ല രസമായിരിക്കും പള്ളിയിൽ പോകുമ്പോ. ഇപ്പൊ ഉച്ചസമയമല്ല, AP മിഷൻ അല്ല, AP വർക്കി മിഷൻ ഹോസ്പിറ്റൽ. അതുകൊണ്ട് ഇച്ചിരി വെയിൽ നല്ല ശക്തിയിലുണ്ട് 4 മണി ആയാലും. അതെ, ഈ സമയത്ത് പോണതിന് വേറൊരു ഉദ്ദേശം ഉണ്ട്. ആ അവിടെ ചെല്ലുമ്പോൾ കാണിക്കാം അതെ അല്ലേ സീനറികൾ. അമ്മ പഴയ കാലഘട്ടത്തെ പറ്റി ഓർക്കുകയാണ്. നമ്മ ഒരു ഹിസ്റ്റോറിയൻ ആകേണ്ടതായിരുന്നു. ആ ഓരോരോ ചരിത്രങ്ങളെ. അത് ശരിയാട്ടോ. പഴയ ചരിത്രങ്ങളും കഥകളും എല്ലാം അമ്മയുടെ മെമ്മറിയിലുണ്ട്. ഒരു ഡയറി മേടിച്ചു കൊടുക്കുകയാണ്. ഞാൻ വേണമെങ്കിൽ ഒരു പുസ്തകം എഴുതാനുള്ള ചരിത്രം എന്റെ മനസ്സിലുണ്ട്. 1ാം ക്ലാസ് മുതലുള്ള എന്റെ ഓർമ്മക്കുറിപ്പുകൾ. ജീവിത ചരിത്രമാണോ? ഒന്ന് എഴുതിയാൽ അതെ ജീവിതത്തെ പറ്റി. അതെ കമാൻഡും കിട്ടും. അതെ. ലാംഗ്വേജ് നല്ലതല്ല എന്നുള്ള ഒരു നഗ്ന സത്യമുണ്ട്. അമ്മ ബയോഗ്രഫി ആണോ ഉദ്ദേശിക്കുന്നത്? അതെ. അല്ല അല്ല, ഹിസ്റ്ററി. കാരണം അമ്മ ഓർമ്മക്കുറിപ്പുകളാണ് എഴുതുന്നത്. അതൊരിക്കലും ബയോഗ്രഫി അല്ല. ആവൂല. ബയോഗ്രഫി ആത്മകഥയാണ്. അതിലേക്ക് നോട്ടമുണ്ടോ? ഇല്ല, അതിനുള്ള കഴിവില്ല. അതിന് ഈ കഴിവൊക്കെ ധാരാളം മതി. പക്ഷെ അതൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് ഇത് ചെയ്യണ്ടേ. നമ്മുടെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഇതാകുമ്പോ ഓർമ്മക്കുറിപ്പുകൾ എഴുതാൻ ആരോടും ഒന്നും ചോദിക്കാതെ എഴുതാനുള്ള മെമ്മറീസ് ഉണ്ട്. അപ്പൊ സൂസൻ എന്നോട് എപ്പോഴും പറയും, കുഞ്ഞേച്ചി പഴയ കാര്യം എല്ലാം ഓർത്തിരിക്കുവാന്ന്. ദൈവം അങ്ങനെ ഒരു കഴിവ് തന്നിട്ടുണ്ട് എനിക്ക്. പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അമ്മയുടെ ഓർമ്മക്കുറിപ്പ് എഴുതുന്നതിന് വേണ്ടി. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് മെൻഷൻ ചെയ്യുക. അതെ അതെ അതെ. ഞാനൊരു കാര്യം സൂസനോട് ചോദിക്കാം. ഇപ്പൊ നിങ്ങൾ ഈ സംസാരിക്കണൊക്കെ ഇതിനകത്തുണ്ട്. നിങ്ങളുടെ ഈ സംസാരിക്കണെല്ലാം പിടിച്ചു. നിന്റെ ഈ വേഷം ഭയങ്കരമായിട്ട് തിളങ്ങണം. നിന്റെ രഹസ്യം എന്നാ? നീ ഇച്ചിരി നിറവും വെച്ചിട്ടുണ്ട്. എനിക്കൊരു കുശുമ്പ്. എന്റെ നിറം കുറഞ്ഞു ആയില്ലേ? നീ ചെറുപ്പായി വന്നു. ഇതിന്റെ രഹസ്യം ഉന്നയിച്ചിക്ക് പറഞ്ഞു തന്നെ. പുറത്തോടെ നടക്കും, പെരക്കാത്തോടെ പണി. അപ്പൊ അതിന്റെ വ്യത്യാസമായിരിക്കും. പിന്നെ എനിക്ക് പ്രായം കഴിഞ്ഞു, ആയി. എന്നാലും എനിക്ക് കുഞ്ഞായിപ്പോഴും. എല്ലാവരും നടന്ന് എത്തണം. എനിക്ക് എന്നാലും നീ കുഞ്ഞായി. അമ്മ ഇച്ചിരി ഓടുന്നു, മേമ പതുക്കെ പതുക്കെ, ഞങ്ങളൊക്കെ എഴയുന്നു. ഇരിപ്പുണ്ട്. ഞങ്ങൾ വരൂന്ന് പറഞ്ഞല്ല വന്നേ, വെറുതെ ഇങ്ങനെ പോകുന്നത്. അപ്പൊ ഒന്നും ചുറ്റിക്കറങ്ങി പോവാന്ന് ഓർത്ത്. അപ്പൊ നീ ഇവിടെ ഉണ്ടെന്ന് കേട്ടപ്പോ വളരെ സന്തോഷം. പോവാ. ഷാജി മക്കൾ സുഖമായി, മോനും നോക്കിയിരിക്കുവായിരിക്കും. എന്നാ അങ്ങനെ ആവട്ടെ. ഞങ്ങളൊന്ന് പാടത്തേക്ക് ഇറങ്ങുവാ. ചിറ്റ വന്നില്ല, കാരണം അവക്ക് പോവണ്ടേ. നിനക്ക് പാഷൻ ഫ്രൂട്ട് ഉണ്ട്. അമ്മയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? അന്ന് പറിച്ചു കളഞ്ഞ് നന്നായി. ഞാൻ പറഞ്ഞു, ഇന്ന് പടം പിടിക്കാൻ ഒരു പാർട്ടി വരും, അപ്പൊ ഇത് ഭംഗിയായിട്ട് ചെയ്യാം. അവൻ അന്നേരം ഇളകി പണിതിട്ട് നല്ല അസലായിട്ട് വെട്ടി മൂടി അതിന് കവിയൊക്കെ ഇട്ട്. അതെ അതെ അറിയാലോ. അതെ ഞാൻ വിളിക്കൂല. അതെ. ആ അപ്പൊ കറക്റ്റ്. എന്റെ അനിയൻ മക്കളെ ആങ്ങളെ നാത്തൂനെന്ന് പറഞ്ഞപ്പോ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു കുശുമ്പ്. പിന്നെ എന്നായാലും എന്റെ ആങ്ങളെയും അനിയത്തിയല്ലേ, പിന്നെ നാത്തൂനും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ കുഴപ്പമുണ്ടാവോന്ന് അറിയില്ല. അങ്ങനെ ആവോ
ചുമ്മാ അറിഞ്ഞാ. ചെറിയ കുശുമ്പേ കാണും. പിന്നെ സീനിയെ പറ്റി ഇന്ന് കംപ്ലീറ്റ് സ്കോർ ചെയ്യണ കുഞ്ഞിച്ചാച്ചറ കേട്ടോ. ഇന്നത്തെ വീഡിയോയില് ഹീറോ ഫുൾ കുഞ്ചാ. അതെ 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 അതെ. സീനിയെ പറ്റി പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, മിതത്വം ഉണ്ട്. കാരണം കോളേജ് അധ്യാപിക എനിക്കൊക്കെ പുള്ളകളിയല്ലേ ഇപ്പോഴും. മനസ്സൊരിക്കലും പ്രായം വെക്കണില്ലല്ലോ. നീ പറഞ്ഞതുകൊണ്ടാണ് പാഷൻ ഫ്രൂട്ട് പറിച്ചു കളയാതിരുന്ന. പിന്നെ അടുത്ത നട്ടതും മുളച്ചാണല്ലോ, അതുപോലെ തന്നെ അത് ഒരു ഇതിനകത്ത് നിറച്ച് പുറ്റു പോലെ നിൽക്കുക. മഞ്ഞയല്ല, ലാവൻഡർ. മഞ്ഞ എനിക്കില്ല, നല്ല പക്ഷെ അണ്ണ അത് പന്തലിട്ടാണ്. നമുക്കെന്നാ പോയിട്ട് വരാം. ഒന്നും മിണ്ടിയില്ലല്ലോ. ഇനി സമയമുണ്ടല്ലോ, നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും. ഒത്തിരി സന്തോഷം. ആയിക്കോട്ടെ, പ്രത്യേകം ആയിക്കോട്ടെ. എഴുതാൻ പോവല്ലേ. ശരി എന്നാ. ഓക്കെ. അച്ഛൻ പണ്ടത്തെ കാലത്ത് മത്തായി പാപ്പനും ഒക്കെ ആയിട്ട് മൂന്നലാരത്തിലും മണിയോ ഇത് ഈ ചക്രത്തിൽ 3 പേര് ചവിട്ടുന്ന ചക്രമാണ് ഇത്. 2 പേര് ചവിട്ടുന്നതുകൊണ്ട് 2 പേര് ചവിട്ടുന്ന പാടൂരുണ്ടായിരുന്നു, ജേക്കബോരീസും ഉണ്ട്. അതിന് പാത്തിയൊക്കെ ഉണ്ട്. പാത്തി പോയി. സാരമില്ല, ഇവിടെ വന്നാലും മതി. ഇനി ഇറങ്ങാം, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഇതിലൊക്കെ തുടങ്ങി നടക്കണം. അപ്പൊ ഇതാണ് ചക്രം. പണ്ട് പാടത്ത് വെള്ളം ചവിട്ടി നല്ല മറ്റേ തേക്കോട്ട വേറെ അല്ലേ? ഇതിനൊരു പാത്തിയുണ്ട്. ആ പാത്തിക്കകത്ത് ഇവനെ അങ്ങ് ഇറക്കിയിട്ടാണ് ഇത് തിരിയണത്. ഇതിന് ചവിട്ടും. ഇങ്ങനെ ചവിട്ടുമ്പോ കറങ്ങി വെള്ളം അകത്തേക്ക് കയറും. നമ്മളൊരു 5-ന്റെ മോട്ടർ അടിക്കണൊക്കെ ഉള്ളിൽ വെള്ളം ഇതിൽ കയറും. ഇത് 2 പേര് ഇത് 3 പേരുടെ 3 പേരുടെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഓലൊക്കെ വെച്ച് കിട്ടും. എന്നിട്ട് ഇതിൽ കയറി ഇരിക്കും. എന്നിട്ട് ഒരു കാലം ഇവിടെ വെക്കും ഒരാൾ. എന്നിട്ട് ഇത് ഇങ്ങനെ കറങ്ങും. എന്നിട്ട് അടുത്ത കാലം ഇതിൽ ചവിട്ടും. അന്നേരം വെള്ളം അകത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ കറങ്ങി വരും. അന്നേരം വെള്ളം അകത്തേക്ക് വെള്ളം അകത്തേക്ക് പാത്തിയുണ്ട്. ആ പാത്തിയില ഇത് ഫിറ്റ് ചെയ്തേക്കണേ. ഒരാൾ ഏറ്റവും മുകളിൽ നിൽക്കൂല, കൂമ്പയിൽ ഒരാൾ നിൽക്കും. ഇങ്ങനെ കൂമ്പ് വെച്ച് മുമ്പേ നിൽക്കുന്ന ആള് ഇതിൽ ചവിട്ടും. ഇതിൽ ഇത് ചവിട്ടി മറിച്ച് ആള് നിന്നോണ്ടാ ചവിട്ടണേ. ആളതിന് മേളിൽ ചവിട്ടി മറിച്ച് വിടും. അപ്പൊ ഈ 2 പേര് നിലത്തിരിക്കും. ഇതൊക്കെ ഇട്ട് കോലൊക്കെ വെച്ച് അപ്പൊ ഇവർക്ക് ഇച്ചിരി എഫോർട്ട് കുറയും. മുകളിൽ ഒരാൾ 5-ന്റെ മോട്ടർ അടിക്കണേ കൂടുതൽ വെള്ളം ഇതിൽ നിന്ന് കയറും. നമ്മുടെ അതിന് സമയം കുറച്ച് മതി ഇതിന്. ഈ ചക്രത്തിന് ഞാനില്ലേ തോട് നിറച്ച് വെള്ളം കിടക്കുമായിരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോ മുളന്തിരത്തിലില്ലേ, അവിടെ അപ്പച്ചൻ ഇങ്ങനെ എടുത്ത് പുറത്തിട്ടേക്കോ ഈ സാധനം മുഴുവൻ ചെതില് പിടിച്ചു പോയി. ഇങ്ങനെ ചക്രം അവിടെ ഉണ്ടായിരുന്നു. നോബി പിന്നെ ക്ലീൻ ആയിട്ട് ഇതിങ്ങനെ അല്ല, എന്നാലും അത് ഫിറ്റ് ചെയ്ത് വെച്ചേക്കണോണ്ട് ഇത് അത് ശരി പറയും ഞങ്ങളുടെ കാലത്ത്. ഓ, ഞാനങ്ങനെ എന്റെ ഓർമ്മയിൽ അങ്ങനെ ഇല്ല. ഇത് പോത്തിനെ തെളിക്കണം, കിഴിച്ചിട്ടാൻ പോലെ അങ്ങോട്ടും പറയാൻ നേരത്തെ ഇങ്ങോട്ടും പറയാൻ നേരത്തെ. മറ്റേ പോത്തിന് ഉഴുമ്പോ അല്ലേ? ഇതിന് നോക്കോലൊക്കെ ഉണ്ട്. എന്നിട്ട് നോക്കത്തേല് ഇങ്ങനെ വള്ളി കിട്ടുന്ന വള്ളിയൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ 2 കോല് ഇങ്ങനെ നീണ്ടു നിൽക്കും. ഇതൊരു പോത്തിന്, ഇത് രണ്ടാമത്തെ പോത്തിന്. അത് ശരി. ഇതിന്റെ ഒരു ഷേപ്പേ ഉള്ളൂ. ഇവിടെ ഇച്ചിരി ഒടിഞ്ഞു പോയി. ഓ, ഇത് ഇവിടെ പിടിച്ചു വരും. ഞാൻ പണ്ടേ വാത്സല്യം സിനിമയിൽ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഉഴവുമ്പോ അതെന്നാ കുഞ്ഞാച്ച മനസ്സിലായില്ല. അത് കണ്ട ഒഴിവ് കഴിഞ്ഞ് കണ്ട നിരത്തണത്. ഓ, അത് ശരി. ഞകിരി അടിക്കണം. അത് സാരമില്ല. ഇതിൽ പിടിച്ചമർത്തും. വേണ്ട വേണ്ട വേണ്ട, ഇങ്ങനെ വെച്ചാ മതി, എന്നിട്ട് പറഞ്ഞാ മതി. ഇതിൽ പിടിച്ച് നമ്മള് അമർത്തും. അവിടെ നിന്ന് ഒരു കമ്പി നോത്തേട്ട് കിട്ടും. അപ്പൊ പോത്ത് ഇത് വെച്ചോണ്ട് പോക്കോളും. അപ്പൊ നമ്മൾ ഇതിൽ അമർത്തി പിടിക്കണം. അപ്പൊ ഈ കണ്ടം നിരപ്പാക്കാൻ ലെവലാക്കിയിട്ടാണ് നടണത്.
അതിന് ഞകിരി എന്ന് പറയും. ഞകിരി ആ ആ ആ. ചകിരി അടിക്കണം. സർഫസ് ലെവലാക്കാൻ വേണ്ടിട്ടാ. ഓ അത് ശരി. ആ ആ അപ്പൊ അത് ഈവൻ ആയിട്ട് വരും അന്നേരം. ആദ്യം ഒന്ന് കട്ടയടിക്കും. ഒരൊഴിവ് കഴിഞ്ഞിട്ട് വെള്ളം കൂട്ടി കട്ടയടിച്ചിട്ട് ചവരിടും. ഈ കണ്ടത്തില് ചവറൊക്കെ ഇട്ട് ചവിട്ടി താത്തി ഒന്നോടെയൊക്കെ ഉഴുതി കഴിഞ്ഞിട്ടാണ് ഇവന് അടിച്ച് അവസാനം ഇതിന് അടിച്ച് നിരത്തിയിട്ടാണ് വിതയ്ക്കണത്. അങ്ങനെയല്ലേ? അപ്പൊ എല്ലാ സംഗതികളും നോബി ഇവിടെ സജ്ജീകരിച്ച ഔട്ട് ഹൗസിന്റെ സൈഡിൽ പഴയതിങ്ങനെ കിടന്നത് ഞാനിങ്ങനെ ഒരപ്പരയുടെ ഇവിടെ ഇങ്ങനെ വെച്ചേക്കണോണ്ട് നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. പുതിയ ആൾക്കാർക്ക് കാണാനും ഇവനോട് കണ്ടൊന്നും മല ഇഷ്ടം പോലെ ഓക്കോലുണ്ട് കാശാവിന്റെ. കാശാവിന്റെ ഒരു 4 കോല് കൊണ്ടുവന്ന് അതിന് അമിവള്ളിയുണ്ട് ഈ പോത്തിന് കഴുത്തിൽ കെട്ടണേ. അതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തേനെ. അത് ചെയ്യാം. കഴുത്തേൽ ഇറങ്ങി നിൽക്കാൻ വേണ്ടിട്ടാ ഈ 2 കോലില്ലേ മനസ്സിലായി ആ കറക്റ്റ് കഴുത്തേലേക്ക് ഇറങ്ങി നിൽക്കും. അത് നമ്മള് അങ്ങനെ കൊണ്ടുവന്ന് നോക്കണ്ടല്ലോ പോത്ത് കഴുത്ത് കൊണ്ട് വരും. ഇത് തടി കൊണ്ട് നമ്മൾ ഉണ്ടാക്കണതാണോ? ആ അത് ശരി. ആ ആ ആ. ഇത് ഇവിടെ ഇത് കൊടുത്തേക്കണ അഡ്ജസ്റ്റ് ചെയ്യാനാണ് എന്താ നോച്ച് കൊടുത്തിട്ടില്ലേ? കയറ്റി ഇറക്കി കെട്ടാൻ. ചിലപ്പോ വലിയ പോത്തൊക്കെ ആണെങ്കിൽ ഇത് ഇപ്പോഴത്തെ ലാസ്റ്റിലാണ് കെട്ടണത്. ഓ ഓ ഓ. അത് കഴിഞ്ഞ് ഇച്ചിരി ചെറിയ പോത്താണ് ഇവിടെ. കെട്ടാനാണ് ഗ്രൂ കൊടുത്തത്. ഇപ്പൊ ഒരു ഉദ്ദേശം എത്ര വർഷം പഴക്കം ഉണ്ടാവും കുഞ്ഞു ചാച്ച ഇതിന്? ഇത് ഒരു 50 കൊല്ലത്തിൽ കുറയില്ല. ഓ അല്ലേ? അത് ശരി. അപ്പൊ അത്രേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇത് വെച്ച് ഉഴവുമായിരുന്നു അല്ലേ? അന്നാ ഈ കളപ്പേ ഉള്ളൂ, നേഞ്ഞലേ ഉള്ളൂ. നേഞ്ഞലും ഇല്ല. അച്ചാച്ചൻ പറഞ്ഞു പോത്തിനെ കറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ചെയ്യാനായിട്ട് അല്ലേ? പിരിച്ചു കെട്ടിയങ്ങനുണ്ടോ? ആ ആ ആ. ഓ അത് ശരി. ആ ഇത് പാണലിന്റെ ഒരു ഇതാണ് ചെടി. ഓ അതില് ഒരു വള്ളിയെ കൊണ്ടാണ് പിരിച്ചു കെട്ടുന്നത്. പിടിക്കാൻ പാകത്തിനെ. മനസ്സിലായി മനസ്സിലായി. ഇതൊക്കെ എനിക്കറിയാം എങ്ങനെ ഉണ്ടാക്കാം. ആ ശരി. തെളിക്കാനായിട്ട്, പോത്തിനെ തെളിക്കാൻ. പണ്ടത്തെ ഓരോ ഓർമ്മകൾ. ആ അതെ അതെ അതെ. ഞങ്ങള് പാടത്ത് പോയിട്ട് വരാം. മൂത്ത പയറിന്റെ ഒരു വാഴ പറിച്ചോണ്ട് പോരെ. കുഞ്ചാച്ചൻ പോരെ? എനിക്ക് നടക്കാൻ വരെ. അല്ല ഇവിടെ വന്നിരിക്കാനേ. ഞാൻ നിങ്ങളുടെ പുറകെ പോകുന്നേ. അതെ 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 അതെ. ഞങ്ങള് പോയി വെച്ച് വരട്ടെ ചാച്ചാ. ആ അതെ 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 അതെ. ശരിയാ കേട്ടോ. അതെടുത്ത് വെച്ചോളൂ. അതിഞ്ഞിട്ട് കൊരങ്ങ. ആ നോബ് ചാച്ച ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. അതിന്റെ പടം എടുത്ത് ഞാൻ കൊരങ്ങല്ല കേട്ടോ. നല്ല രസമുണ്ട്. തേങ്ങയിൽ ഉണ്ടാക്കിയേക്കണോ? ആ അതെ 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 അതെ. അതിന്റെ കണ്ണ് കണ്ടോ? വട്ടാണ്. ആ ആ ആ. ആ ഗോലി. ആ ആ. കുഞ്ഞുമ്മ വന്നടി ഇങ്ങനെ. കുഞ്ഞുമ്മയുടെ കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. തേനീച്ചൊക്കെ കൊണ്ടുവല്ലോ. ആ ആ ആ. ഇവൻ ഇതിലെ എന്റെ കലം പൊട്ടിപ്പോയി. ഞാൻ നോക്കി പ്രഷർ കുക്കറല്ലേ ഇത്? കണ്ടോളൂ. റൈസ് കുക്കറിന്റെ. അത് ശരി. അത് കണ്ടോ? ആ ആ. അത് കുഞ്ഞുമ്മ പണ്ട് ചുമക്ക് തന്നില്ല ഒരു കുപ്പിയിൽ വെച്ച്. അതെ അതെ അതെ. ഓ അത് ശരി. ആ ആ ആ. റെഡ് ലേഡി അപ്പയുടെ ഫേവറേറ്റാ. എനിക്കും ഇഷ്ടമാണ് കേട്ടോ. പുതിയ പ്ലാന്റേഷൻ അല്ലേ? ആ നമുക്ക് ഈ വർഷം കഴിക്കാനുള്ള കേട്ടോ. അത് ശരി. ഞാൻ കഴിഞ്ഞ വർഷം നമ്മള് ഡിസംബറിൽ വന്നപ്പോഴാ ഇവിടെ നിന്ന് നമ്മള് പയറ് പറിച്ച് കൊണ്ടുപോയത്. ആ ആ ആ. ഓ ആ അങ്ങ് അറ്റം വരെ ഉണ്ടല്ലേ? ആ ആ ആ. അതെ 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 അതെ. നല്ല പയറാ. അന്ന് നമ്മൾ കൊറേ കൊണ്ടുപോയതാ പറിച്ച് ഫ്രഷ് ആയിട്ട്. ഓ അത് ശരി. ആ ആ ആ. ആ ആ ആ. നല്ല ഭംഗി കളർ കേട്ടോ. ആ ജാതി. ആ സീസൺ ഇപ്പഴല്ല അല്ലേ നോ ചാച്ച? അതാണ് സീസൺ വരുന്നേ അല്ലേ? നല്ല ഭംഗിയാ അതിങ്ങനെ ഉണ്ടായി കിടക്കുന്നതാണ് ഒരു പ്രത്യേക ഐശ്വര്യ. അത് ശരി. ആ ഇപ്പൊ നല്ല
ഇവിടെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. ഞാൻ നോക്കിക്കോളാം. നീ സൂക്ഷിച്ചു പോണോളൂ. ആ ദേ ഈ കവറൊന്ന് പിടിക്കൂ. ഞാൻ ഇറങ്ങിക്കോ, ഞാൻ പറയില്ല. ഇല്ല അമ്മ ഇറങ്ങിക്കോ. ഇറങ്ങിക്കോ. ഇവിടെ ഇച്ചിരി സൂക്ഷിച്ചിറങ്ങണം കേട്ടോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇതിലേക്ക് നടന്നുകൊണ്ടിരുന്ന ആൾക്കാർ. ഞാൻ പിടിക്കണോ? ഇല്ലില്ല, എനിക്കാണ് ഇതിനകത്ത് ഇറങ്ങാൻ ഇച്ചിരി പ്രയാസം. പക്ഷെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ? നടന്നതല്ലേ, അതുകൊണ്ട് നല്ല ഭംഗി കേട്ടോ. നല്ല കാറ്റ്, നല്ല കാറ്റ്. നല്ല മനോഹരമായ നെൽപ്പാടങ്ങൾ. ആഹാ എന്ത് രസാ കാണാൻ. അല്ലേലും പാടത്ത് കൃഷി ചെയ്താൽ തന്നെ ഒരു പ്രത്യേക ഐശ്വര്യം കേട്ടോ. കതിരായി തുടങ്ങിയില്ലേ, കണ്ടില്ലേ? ആ ഒരു പാല് പോലെയൊക്കെ വരും ആദ്യമേ. ഞങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ നടക്കുമ്പോ ഇതിങ്ങനെ ഞെക്കി ഞെക്കി പൊട്ടിക്ക് വരുന്നല്ലേ? അതിനൊരു മധുരം ഉണ്ടെന്ന് പറയാറുണ്ട്. പാലിന്റെ പാകം ആവണേ ഉള്ളൂ കേട്ടോ. ആണോ? കുറച്ചുകൂടെ കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇങ്ങനെ പാല് പോലെ ഇങ്ങനെ ഒഴുകി. അതെ 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 അതെ, അത് ഇച്ചിരി കൂടി കഴിയണോ അല്ലേ? ഒരാഴ്ച കഴിഞ്ഞാവും. ചിലതിനൊക്കെ ആയി തുടങ്ങി തോന്നുന്നല്ലേ? ആ അതെ അതെ അതെ, ആ ശരിയാ, പാല് പോലെ ഉണ്ടല്ലേ? ആ ആ ആ, ഇതാണ് അരിയായി മാറണേ അല്ലേ? അതെ. ആ കിട്ടി കിട്ടി. ഇത് കട്ടിയാവുമ്പോഴേ അരിയാവണേ അല്ലേ? ഓ അപ്പൊ അരിയാവണേന് മുമ്പുള്ള ഒരു പാകാണത്. അത് ഭയങ്കര രസാ. അവിടെ വെള്ളം കയറ്റി വന്നു. മോട്ടർ അടിക്കുവാണോ? നല്ല രസം കേട്ടോ. ഇത് എടുത്തിട്ട് മതിയാവണില്ല. എനിക്ക് വലിയ ഹരതേ ഇങ്ങനെ വരുവാ. അപ്പൊ ഇച്ചിരി അങ്ങ് നീങ്ങാൻ ചാച്ചനാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് ഇച്ചിരി അങ്ങ് നീങ്ങാന്ന് അങ്ങോട്ട്. മോട്ടർ അടിക്കുവാണോ ചാച്ച? ആ ചാച്ച ഇപ്പൊ വന്നോളൂ. ഞങ്ങൾ ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാന്ന് കരുതി. ഞാനേ കഴിഞ്ഞതിന്റെ മുമ്പത്തെയാണ് പോയാർന്നില്ലേ, ഇടയ്ക്ക് നമ്മളൊന്ന് പോയി. ആ ഇവിടെയൊക്കെ നമ്മൾ നടൂലേ ഇങ്ങനെ സൈഡിലൊക്കെ. ഇതിന്റെ കൂടെ ഈ വരമ്പയിൽ നമ്മൾ പയറിടുവേ. ആ ആ ആ അത് ശരി. ഈ ഞാറ് നടറതിന്റെ കൂടെ തന്നെ നടുവല്ലേ? ആ ആ കൂടെ തന്നെ നനയ്ക്കാൻ പറ്റും. വേണ്ട, ഇത് നല്ല ഈർപ്പുണ്ടല്ലോ. ആ അത് ശരി. ആ ആ നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ആ ആ അത് ശരി. ആ അപ്പൊ നെല്ലിന്റെ കൂടെ അതും അങ്ങ് വളർന്നോളൂ, വേണ്ട. ആ ആ ശരി അച്ഛാ, ഞങ്ങൾ ഇതൊക്കെ ഒന്ന് എടുക്കാന്ന് കരുതി വന്നു. ആ ഞാൻ മാറി നിക്കാം. ഇതെവിടെ പതുക്കെ ചവിട്ടണം കേട്ടോ. അതേന്നേ. ആ മോനുട്ട മണ്ണുണ്ടോ? ആ വന്നുണ്ട്. അങ്ങനത്തെ പണി ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഞാൻ എലിയോട് പറഞ്ഞു ഇത് പറിച്ചത് പോരേന്ന് ചോദിക്കും കേട്ടോ. എന്നിട്ട് എലിമാമ എന്നാലും പറഞ്ഞാ സ്കൂളിൽ കൊണ്ടുപോകാൻ ഉണ്ടാക്കും, ഉണ്ടാക്കാനായിട്ട് ഈ പറിക്കാൻ പറ്റിയെന്ന് എന്നെ എല്ലാത്തിനെ കൊണ്ടുപോകാനാണ് ഞാൻ ചോദിച്ചു. ഇളം കാറ്റിൽ അസ്തമയ സൂര്യന്റെ കിരണങ്ങളേറ്റ് ആടി ഉലയുന്ന ഈ നെൽക്കതിരുകളുണ്ടല്ലോ, അത് ശരിക്കും നമ്മുടെ കേരളത്തിലെ ഗ്രാമീണ ഭംഗിയുടെ ഒരു മുഖമുദ്ര തന്നെയല്ലേ? നല്ല ശാന്തസുന്ദരമായ പച്ചപ്പണിഞ്ഞ പാടം. ആ ആ ആ ആ അത് ശരി. പച്ചക്കറികള് ആ പിന്നെ പയറുണ്ട്. ആ ആ ആ ആ ശരി. വെണ്ട പയറൊക്കെ ഇട്ടില്ലേ? ആ ആ ആ വെണ്ട അതെ 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 അതെ. ആ വെണ്ട ഇച്ചിരി മൂത്ത് വരും. അതെ 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 അതെ. ആ വേറെ കളറിലുള്ള പയറും ഉണ്ട് അല്ലേ? വയലറ്റ് പയറുണ്ട്. ആറ്റക്കിളിയുടെ ശബ്ദം തോന്നുന്നു അല്ലേ അങ്ങ് ദൂരെ? അത് ശരി.
സൂക്ഷിച്ച് വെച്ച് ഉണക്കി എടുക്കും. അടുത്ത പ്രാവശ്യം നടാനായിട്ട്. അത് ശരി. പണ്ടത്തെ ഗ്രാമീണ കാഴ്ചകളാണ്. ഇത് മൂവാറ്റുപുഴയാറിൽ നിന്നുള്ള തോടാ. അത് ആ തൊട്ടിക്കൂടെ വെള്ളം വന്ന് നമ്മൾ നേരെ കണ്ടത്തിലേക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിട്ട് എടുക്കുന്ന അല്ലെ, നെൽകൃഷിക്കൊക്കെ വേണ്ടിട്ട് എടുക്കുന്ന. ഈ ഇടയ്ക്ക് ഇത് വീതിയൊക്കെ കൂട്ടിയേ കരികളിലൊക്കെ കെട്ടി വൃത്തിയാക്കി. ശരി. മെയിൻ തോടെ മെനയാക്കിയിട്ടുള്ളൂ. സബ് തോടുകളൊക്കെ ഉണ്ട്, അതൊക്കെ നന്നാക്കാനുണ്ട്. ഓ, നല്ല ഭംഗി ഈ പാടവും പച്ചപ്പും കാണാനായിട്ട്. മോട്ടർ അല്ലേ ഇത്? നമ്മൾ ഈ തോട്ടിന്ന് വെള്ളം കണ്ടത്തിലേക്ക് പമ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കണം. ഓ, അത് ശരി. ഇത് ഈ സമയത്താണ് ഏകദേശം നമ്മുടെ ഈ ഇതിലിവിടെ കൃഷിയുള്ള സമയത്താണ് ഇത് വന്നത്. അപ്പം ഇതിന്റെ തന്നെ അയ്യോ നല്ല രസാത് കൂടിന്റെ ഉള്ളിൽ കയറുന്നല്ലേ. ഇതിന്റെ തന്നെ ഈ ഓല എടുത്ത് അത് കൂട് നിർമ്മിക്കുന്നത്. ഏത്? നമ്മുടെ നെല്ലിന്റെ തന്നെ. പിന്നെ ഈ തെങ്ങിന്റെ എടുക്കാറുണ്ട്. അത് ശരി. അപ്പൊ ഈ ഒരു കാലം കഴിയുമ്പോ അവര് പോവോ? ഇത് കഴിഞ്ഞിട്ട് ഒരു 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട് കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് അവര് കൂട് ഉപേക്ഷിച്ച് പോകും. അത് ശരി. അയ്യോ നല്ല രസാട്ടോ അത് കാണാനായിട്ട്. ഇപ്പൊ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക എല്ലാത്തിനും. ആ പച്ചക്കടലുള്ളല്ലോ, അതിപ്പോ ഇന്ന് ഉണ്ടാക്കി തുടങ്ങിയതാണ്. കാണുന്നില്ലേ? 3 കണ്ടില്ലേ? ഓർമ്മ ഇവിടെ ഒട്ടങ്ങിട്ടേ ഉള്ളൂ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഏറ്റവും കരുത്തുള്ള അതാ പച്ചക്കളറ്. പച്ചക്കളറിന്റെ കാര്യം വെച്ചാൽ അത് ഇന്നിപ്പോ എടുത്തതാ. നല്ല ഭംഗിയായിരിക്കുന്നത്. കിളികളുടെ സൗണ്ടുകൾ നല്ല രസം കാണാൻ. കിളികൾ കേറുന്നത് തന്നെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള. അതെ അതെ അതെ, ശരിയാട്ടത്. ആ ഒരു കൺസ്ട്രക്ഷൻ തന്നെ അവരങ്ങനെ ഒരു കൂടിനുള്ളിൽ പല നിലവറകൾ വേണമെന്ന് ചിന്തിച്ച് അതിനു വേണ്ടി ഒരുക്കങ്ങളൊക്കെ നടത്തിയേ. അതുപോലെ വേറെ ഒന്നിനും ഇതിലേക്ക് ആക്രമണം ഒന്നും നടത്താൻ പറ്റില്ല. ഈ അടി കൂടെ ഇതുള്ള കാരണേ വേറെ കിളികൾക്കോ പിന്നെ ഏഴജന്തുക്കൾക്കോ ഒന്നും കയറാൻ പറ്റില്ല. മുട്ട അതിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ ആക്രമിക്കാനും. അപ്പൊ ഈ ഒരു കാലം കഴിഞ്ഞാൽ അവര് പിന്നെ എങ്ങോട്ടാ പോവാ? ഈ കൂടും കൊണ്ട് പോവോ? അത് കൂട് താഴ്ച പോകും. അപ്പൊ അതിന്റെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് പാകമായി അവര് പോകും. പിന്നെ കൂട് നിലത്ത് വീഴും അല്ലേ? പിന്നെ കൂട് നിലത്ത് വീഴും, അല്ലെങ്കിൽ കൂട് അവിടെ കിടക്കും, ആൾക്കാരൊക്കെ എടുത്തോണ്ട് പോകും. എന്നിട്ട് വീടുകളിൽ കാഴ്ച വസ്തുവായിട്ട്. എന്തായാലും വളരെ മനോഹരമായൊരു ദൃശ്യം. നമ്മൾ എത്ര ദൂരത്തുനിന്ന് എടുത്തേ നോക്കിയേ. സൂം ചെയ്യാം. ലൈറ്റ് കറക്റ്റ് ആണ്, അതുകൊണ്ടാ നല്ല ഭംഗിട്ട് അത് കാണാൻ. ഞാനും ഇതിന്റെ 2-3 കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് നോച്ചാച്ച കൊണ്ടു തന്നിട്ടുണ്ടല്ലോ. സൂര്യാസ്തമയം കാണാനും ഭംഗിയാ. അവരെന്നാക്കി പറയണേ ആവോ? അതെ 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 അതെ. നല്ല ഒരു സ്നാപ്പാട്ടോ ഇത്. അവർക്ക് വഴി തെറ്റി. അമ്മ വല്ലാണ്ട് ചാടാൻ നിക്കണ്ട. ഞാൻ ഇങ്ങോട്ട് ചാടാന്ന. അപ്പൊ മനോഹരമായ കാഴ്ചക്ക് നമ്മൾ വിട നൽകി നമ്മൾ പാടത്തുനിന്ന് പോവുകയാണ്. ബൈ ബൈ. വന്നലാന്ന് പറഞ്ഞ എന്താണ്? ഇതിനകത്ത് ഒന്നുമില്ല. ഓ, അങ്ങനെ ഉണ്ടാവും അല്ലേ? ഒന്നുമില്ല. അത് ശരി. അങ്ങനെ ഉണ്ടാവൂല. അതിന്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവൂല. ഓ, വരുന്നു ചോദിച്ചാ. അതെ 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 അതെ, ശരിയാ. ചേർന്ന് ജോയിന്റ് ഫാമിലി. അപ്പൊ ഇവർക്കും ഉണ്ടല്ലേ ജോയിന്റ് ഫാമിലി? അതെ 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 അതെ. സിംഗിൾ ഫാമിലി ഉണ്ട്, ട്രിപ്ലറ്റ്സ്. സിംഗിളും ഉണ്ട്.
ഇൻഡിപെൻഡന്റ്. അതെ അതെ അതെ, ഇത് ഇൻഡിപെൻഡന്റ് വില്ലാസാണ്. അതെ, അങ്ങ് അറ്റം വരെ ഉണ്ട്. ഇപ്പൊ താറാവില്ലേ നോച്ചാശേ? ഇടയ്ക്ക് കാണാറുണ്ട്. നമ്മുടെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് വരുള്ളൂ. കൊയ്ത്ത് കഴിയുമ്പോഴാ അല്ലേ? അപ്പൊ ഇവിടെ താറാവ് ഇറങ്ങും. നല്ല രസം അന്നേരം ശബ്ദം. നമുക്ക് അന്നേരം വരാം കേട്ടോ താറാവിന്റെ വീഡിയോ എടുക്കാൻ. അന്ന് പണ്ട് വന്നപ്പോ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ സൺസെറ്റ് എടുത്തു ഞാൻ. ഞാൻ എൻ്റെ സീന് ഞാനിവിടെ നിന്ന് പോയപ്പോൾ ഇതിൻ്റെ 100-1 ഈ രീതിയിലൊന്നും ആയിരുന്നില്ല പ്രദേശം. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ നല്ല പച്ചപ്പ്, കുളത്തിൻ്റെ അല്ല തോടിൻ്റെ അരികിലെല്ലാം പഞ്ചായത്തുകാരിങ്ങനെ ഇതൊക്കെ കരിങ്കല്ല് കൊണ്ടൊക്കെ കെട്ടി നടപ്പാതകൾ എല്ലാം ആക്കി. പിന്നെ നോവി എല്ലായിടം കൊണ്ട് കാണിച്ചു. പാടത്തൊക്കെ ലൈൻ കമ്പികൾ, മോട്ടർ, എല്ലാ സജ്ജീകരണങ്ങളുമായി. പിന്നെ കണിച്ചായിക്കുളം ചെറുതായിട്ട് പണ്ടുണ്ടായിരുന്നു ഇങ്ങനെ ഓടിൻ്റെ. പക്ഷേ ഇവിടെ പിന്നെ ഇപ്പോൾ ഒരുപാട് പുരോഗമിച്ചു. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സിസിലിയാച്ചൻ എന്നോട് പറഞ്ഞു, ഞാനിവിടുന്ന് പോകുന്നതോടുകൂടി ഈ നാട് നല്ല പുരോഗമനമായി. ശരിക്കും പണ്ടത്തെ ആ കാലഘട്ടം, അന്നത്തെ ആ കൃഷി രീതികളും അത് നല്ല രസമാണ്. നോബി അത് പപ്പേനെ കൊണ്ടൊന്ന് പറയിക്കാം. ഈ തേക്ക് കൊട്ട വെള്ളം കോരണതൊക്കെ പാട്ട് പാടി. കുറച്ചുകൂടെ സൗകര്യങ്ങളൊക്കെ കൂടി, ആറ്റുകളില്ല, ആറ്റുകളില്ല മോനെ, എന്നാ ആറ്റുകളിയൊന്നുമില്ല. പക്ഷെ ആ ഒരു കാലഘട്ടമായിരുന്നു കുറച്ചുകൂടെ നാച്ചുറൽ. പിന്നെ അന്നൊക്കെ നോബിയൊക്കെ വളരെ കുഞ്ഞും നമ്മള് മാരിക്കണ്ടത്തിൽ ഇങ്ങനെ ഈ കരിക്കിടുന്നതൊക്കെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 2 കാലഘട്ടത്തിന്റെ ഇടയിലുള്ള കണ്ടു, ഇതും കണ്ടു. പക്ഷെ എനിക്ക് കൂടുതൽ നൊസ്റ്റാൾജിയ എപ്പോഴും അങ്ങനെയാണല്ലോ. പഴയ ഓർമ്മകളാ. കൊക്കുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തത്തയൊക്കെ വരുമെന്ന് എനിക്ക് തോന്നണേ ഈ പാടത്ത് നിരന്ന് കഴിയുമ്പോൾ. പിന്നെ ഞാൻ കിളികളെ പറ്റി അധികം അന്ന് ശ്രദ്ധിക്കാറൊന്നും. അമ്മ അതൊന്നും ശ്രദ്ധിക്കാറില്ല. പാട്ടും പാടി നടക്കും. ഇപ്പോഴാണ് സീന ഇങ്ങനെ അവിടെ അണ്ണാനൊക്കെ വന്നുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. പണ്ട് അതൊന്നും ശ്രദ്ധിക്കില്ല. അതൊരു കാലഘട്ടമായിരുന്നു ശരിക്കും. ആ ലൈഫ് നല്ലൊരു ഇപ്പൊ കുറച്ചെല്ലാം എളുപ്പമാണ്. പക്ഷെ ആ കാലഘട്ടം ഈ അപ്പൊ പറഞ്ഞ ചക്രം ചവിട്ട്, തേക്ക് പാട്ട്, അതിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമുക്ക് നടക്കാം, റോട്ടിലേക്ക് കയറാം. അതെ, തിരുമറയൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ആ കാണാം. ഒത്തിരി പഴക്കമുള്ള പുരാതനമായിട്ടുള്ള അമ്പലം. രാവിലെ പാട്ടൊക്കെ വെക്കും. നല്ലൊരു ഫീലാ അത്. ഒരു 5:30 പാട്ട് വെക്കും. അധികം നേരമില്ല. പാടത്തുനിന്ന് വന്നതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് അമ്മയുടെ ബ്രദറിൻ്റെ വീട്ടിലേക്കാണ്. അവിടുത്തെ ആന്തൂരിയം കളക്ഷൻസ് ഒക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈറ്റ് താണത് കാരണം അധികം എനിക്ക് എടുക്കാൻ പറ്റില്ല. അവിടെ ഒത്തിരി നല്ല കളക്ഷൻസ് അമ്മാവന് ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ടുണ്ട്. പിന്നെ വൈകിട്ട് കഴിക്കാനായിട്ട് അമ്മായി ചായ, ചക്കപ്പുഴുക്ക്, ഗ്രേപ്സ്, പഴം, അങ്ങനെ പലവിധ ഐറ്റംസ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കണം. ആദ്യം വീഡിയോ എടുക്കാൻ പറ്റില്ല, നല്ല വിശപ്പായതുകൊണ്ട് നല്ലോണം കഴിച്ചു. ഇതെന്തോ ഒരു സ്പെഷ്യൽ ടൈപ്പ് അച്ചാറാണ്, ഇപ്പം എന്താണെന്ന് ഞാൻ മറന്നുപോയി, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ചില്ല് ചെയ്തിരുന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും നോവി ചാച്ചയുടെ, അതായത് അമ്മയുടെ ഫാദറിന്റെ ബ്രദറിന്റെ വീട്ടിലേക്ക് പോയി. ഇനി അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. പഴംപൊരി എപ്പോഴും ഒരു വികാരമല്ലേ? അല്ല എന്നാലും അതിന്റെ ആ ഒരു രുചി. നമ്മള് കൂട്ടാനും ഒക്കെ എണ്ണയല്ലേ, എനിക്ക് കുറെ ഒഴിക്കണം. ഞാൻ അവിടെ ചെന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യുന്നത്. വാട്ടി വറുത്ത കപ്പയും തേങ്ങാക്കൊത്തും നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേ. എല്ലാവരും ഇങ്ങനെ പാടത്തൊക്കെ പോയി ചുറ്റി അടിച്ച് വന്നില്ലേ നോബിനെ കൂട്ടി. അപ്പൊ ഞങ്ങളിങ്ങനെ പാടത്തെ പടങ്ങളും എല്ലാം എടുത്തു. അപ്പൊ എനിക്കൊരു ആഗ്രഹം, ഇച്ചാച്ചനും കുഞ്ഞുമേങ്ങടെ കൂടി പണ്ട് കാലത്തെ കൃഷി കാര്യങ്ങളും ഇപ്പോഴുള്ള കൃഷിയും കൂടെ തമ്മിലുള്ള രീതികളൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ. അതെന്തിനാണെന്നറിയാമോ? ഈ പണ്ടത്തെ രീതികളൊക്കെ പുതിയ ആൾക്കാർക്ക് വലിയ അറിവില്ലല്ലോ. നമ്മൾ ഈ പ്ലാക്കോണ്ടയിൽ വെള്ളം കോരിയൊക്കെ, പിന്നെ ചക്രം ചവിട്ടണത്, അങ്ങനെയുള്ള ട്രാക്ടർ കൊണ്ടുപോകണത്. ഇപ്പോഴല്ലേ ട്രാക്ടർ വന്നത്, അതിന് മുമ്പ് പോത്ത്, അതെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിരിക്കും. പിച്ചാച്ചൻ്റെ ആ അനുഭവങ്ങളിലൂടെ കുഞ്ഞുമ്മയും വന്നതിന് ശേഷം കുഞ്ഞുമ്മ ഒത്തിരി കണ്ടിട്ടുണ്ടല്ലോ ഇവിടെ
പണിക്കാർക്ക് ഭക്ഷണം വേവിക്കൽ പരിപാടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. അപ്പൊ അത് നമുക്കൊരു വീഡിയോ ആക്കാം. നമുക്ക് പാടവും പറമ്പും ഒക്കെ ഉള്ളവരുമല്ലേ. കൊച്ചാരും പറഞ്ഞോ പണ്ടത്തെ രീതികൾ പറയാം. ആദ്യം പണ്ടത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ കാലത്ത് ഇവിടെയൊക്കെ വിതയായിരുന്നു പാടം. അത് ചാര, അതിക്കായി, ഈ രണ്ട് ഇതായിരുന്നു. ഇവിടെ ഉണ്ട്. ആ രണ്ട് വിത്തേ ഈ പാടത്തുണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് 8 വയസ്സുള്ള പോകാനുള്ള. ആഹാ, അപ്പൊ ഉദ്ദേശം ഏത് വർഷമായിരിക്കും? അത് ഉദ്ദേശം ഏത് വർഷമായിരിക്കും ചേച്ചി? 80 കഴിഞ്ഞു. നമുക്ക് ഏറെക്കുറെ കാര്യങ്ങൾ അറിയാം. എന്നിട്ട് ഈ ഇവിടെ 7, 6, 13 വരെ കണ്ടോണ്ട് അപ്പച്ചന്റെ വീതം കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങള് കൃഷി അന്ന് ചെയ്താൽ ഇത് വിതയ്ക്കും. ഈ ചാരയോ അല്ലെങ്കിൽ അരിക്കിരാഴിയോ വിതയ്ക്കും. വിതയ്ക്കുമ്പോ അന്ന് ഈ രാവിലെ ഞാൻ പറഞ്ഞില്ലേ ഈ വെള്ളം പറ്റുമ്പോ എല്ലാ ഈ 2 പേരും കണ്ണാലിപ്പൂട്ടാണ്. 2 കാള കാണും ഇവിടെ. ഒഴും, പിന്നെ ഇടയ്ക്ക് വെള്ളം കയറും, അന്നേരം നിർത്തും, പിന്നെ ഒഴും, അതിന്റെ വേദന ഒഴുണ്. അങ്ങനെ ഒരു 16 ചാല് ഒഴും ഈ കണ്ടത്തില്. ഈ 13 വരെ കണ്ടത്തില് ഈ 16 പ്രാവശ്യം ഈ ചുറ്റിക്കറങ്ങി. അപ്പോഴത്തേക്ക് നല്ല നേർമയാവും ഈ ചെളിയൊക്കെ. അത് കഴിഞ്ഞ് ഈ ഇതെല്ലാം അടിക്കും. ഈ പോത്തിനെ കെട്ടി നീരി കെട്ടി അതിന് കട്ടയടി എന്ന് പറയും. കട്ടയടി കഴിഞ്ഞ് പിന്നെ ഒരു 10-18 പെണ്ണുങ്ങളെ നിർത്തി ഈ നമ്മുടെ ഈ 13 വരെ കണ്ടതിന് അവർ വീഴണം. അതിന് ആ വടക്കേ മലയിലും ഒരു 3 ഏക്കർ മലയുണ്ടാവും. ആ മലയിലുള്ള ചവറ് മുഴുവൻ ഇത്ര ഒരു വണ്ടിയിൽ കെട്ടി ഒന്ന് പോലെ ഒന്നായിട്ട് 10-16 പേര് കാണും ഈ ചവറ് വെട്ടുകാർ. അവർക്ക് ഭക്ഷണവും കൊടുക്കണം. അവർക്ക് ഭക്ഷണം കൊടുക്കണം. അത് ഈ തലേ ചുവന്ന് കൊണ്ടുപോയി കണ്ടെത്തി കൊണ്ടുപോയി എല്ലായിടത്തും കൊണ്ട് ഇങ്ങനെ കുത്തി വരും. നിരനിരയായിട്ടാ ഈ 16 ആലുഴുതി ഒരു കട്ടയടി അടിച്ചിട്ടേക്കണേന്റെ മുകളിലാണ് കൊണ്ടുപോയി ചവറെല്ലാം കൂടെ ഇങ്ങനെ ഇവര് കുത്തി ഇടും. എന്നിട്ട് ചിലപ്പോ വൈകുന്നേരം പാപ്പച്ചൻ പറയും എല്ലാവരും കൂടി ചെന്നേരത്തെ അല്ലെങ്കിൽ ഇത് അവർക്ക് കൂലി കൊടുത്ത് വിടും. പിന്നെ ഞങ്ങളെ കൊണ്ട് ചെന്നാണ് ഈ 13 വരെ കണ്ടത്തിന്റെ ചവറൊക്കെ കണ്ടത്തിൽ നിരത്തും. ഞങ്ങൾ എല്ലാരും കൂടെ ഇറങ്ങും. അപ്പൊ പെട്ടെന്ന് അതൊക്കെ നിരത്തി പിറ്റേ ദിവസം മുഴുവൻ ആ ചവർ താത്തുവാണ് താത്തി വീഴും. ഈ പോതിനെ കെട്ടി വേറെ വളമൊന്നുമില്ല, ഈ ചവർ മാത്രമേ ഉള്ളൂ. എന്നിട്ട് അനക്കാതെ ഇട്ടേക്കും. അപ്പൊ അന്നേരമൊക്കെ ഈ ചക്കര ചവറുണ്ട്, കാരണം ഉണങ്ങി പോകരുത്. എന്നിട്ട് അങ്ങനെ ഒരാഴ്ച കിടക്കും. ഒരാഴ്ച കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വളാക്കും. ഈ വട്ടയുടെയും മറ്റേ ഈ കാജാവിന്റെ ഒക്കെ ചവറൊക്കെ ചീഞ്ഞ് ഈ മണ്ണുമായിട്ട് യോജിച്ച് എന്നിട്ട് അതൊരു ഇലക്കൂടുണ്ട്. ഈ മത്തായി മുമ്പിലും ഒക്കെയാണ്. അതൊരു അയ്യപ്പി ഉണ്ട്. അയ്യപ്പി ആയിരുന്നു ആദ്യത്തെ. 4 ഉച്ചയ്ക്ക് 11 മണിയാകുമ്പോ കന്നാലി കൊടുക്കും. അന്നേരമാണ് ഇച്ചിരി കഞ്ഞി കൊടുക്കുന്നത്. കഞ്ഞി കൊടുക്കുന്ന 4 അണയും കൊടുക്കും. 4 ഈ നെല്ലുള്ളവര് നെല്ലാ കൂടി കൊടുക്കുന്നത്. അന്ന് അപ്പത്തിന് നെല്ല് കുറവാണ്. അത് വില കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴത്തേക്കും ഒരു കൈവിറ്റിപ്പുഴ ഇല്ലോ ഒരു 10-20 വർഷം കഴിയും. അന്ന് ഇതുപോലത്തെ മരുന്നൊന്നുമില്ല. അന്ന് ഈ കനലിച്ചൂലി കിട്ടും. ഈ റോഡടിച്ചു വരാൻ ഒരു ജൂലി പറഞ്ഞു ഈ വീതിയുള്ള ആ ജോലി കെട്ടി വെച്ചും ഒരറ്റം പോയി ഇങ്ങനെ അടിച്ചോണ്ട് വരും ഈ പുഴുക്കളെ. കണ്ടമാനം പുഴു കാണാം. അത് ഈ ചെളി അതുപോലെ കിടക്കണത്. ചെളി ചീഞ്ഞ് ദുർവള, അതിനകത്ത് ഈ പുഴു ഇഷ്ടം പോലെ കയറും. അതിനെല്ലാം അടിച്ച് തൂത്തുവാരി ഒരരി കൊണ്ടുവന്ന് കൊട്ടക്കകത്തേക്ക് കോരിയിടും. എന്നിട്ട് റോഡിനെ കൊണ്ടുവന്നിട്ട് അതിനൊക്കെ ചിലരൊക്കെ ചവിട്ടി അരയ്ക്കും, ചിലരൊക്കെ കരിയിലിട്ട് കത്തിക്കും. അങ്ങനെയാണ് അന്ന് പുഴുശൈല്യം തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഈ പുഴുശൈല്യം കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും നെല്ല് കുറച്ചൊക്കെ നന്നാവും. അത് രാസവളമൊന്നുമില്ല. പിന്നെ ഈ ചാണാനുണ്ട് ഇവിടെ, ഈ പോത്തിന്റെ ചാണാനുണ്ട്. അതെല്ലാം കൊണ്ടേ കണ്ടത്തിൽ ഒക്കെ നിർത്തിയേക്കാണ് ഈ അവസാനത്തെ അടിച്ച് വിതയ്ക്കണത്. വളം കൂടുതലായാലും നെല്ലിന് ഉള്ളൂ. ഇതിങ്ങി ഇരച്ച് കയറുമ്പോഴാണ് ഈ പുഴു എല്ലാം കൂടുതൽ വരും. അത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ നിരക്കാറാകുമ്പോഴത്തേക്കും
അന്നേരം ഉണ്ട് ഈ ഓലയുരുട്ടി പുഴു. അത് വന്ന് അതിന് മുമ്പും പല പുഴുക്കളും വരും. അന്നേരം മുഴുവൻ ഈ ചിലർ ഈ കൊട്ടയും കൊണ്ട് വീശും. വീശി അങ്ങനെ പുഴുവിനെ കൊണ്ടുവന്ന് ഈ റോഡിലൊക്കെ ഇട്ട് കത്തിച്ച് കളയും. പിന്നെ ചിലർ പമ്പൊക്കെ എടുത്ത് വെക്കും, അത് ചായക്കാം. അങ്ങനെയൊക്കെയാണ് അന്ന് ഈ അവൻ്റെ കളവാശിനോ കീടനാശിനോ ഒന്നും ഇല്ലാഞ്ഞു. പെണ്ണുങ്ങളെ നിർത്തിയാണ് ഇതിൻ്റെ കളയുള്ളത് മുഴുവൻ എടുപ്പിക്കുന്നത്. അതുമൊക്കെ പറിച്ച് കഴിഞ്ഞിട്ട് നന്നായി വന്ന് നെല്ല് കതിരാകുമ്പോഴത്തേക്കും ചാഴി ഭയങ്കര ചില ഭയങ്കര ചാഴിയായിരിക്കും. അതിനിവിടെ അപചന ഇടന്ന് വെച്ചാൽ 2-3 മൂടി കയറ് മേടിച്ചിട്ടുണ്ട്, ഇലക്കയർ. സാറേ ആ മണ്ണെണ്ണ കുറ്റിയിൽ ഒന്ന് മുക്കി തന്നേക്കാൻ പറയും. എന്നിട്ട് ഈ കയറെല്ലാം കൂട്ടി കെട്ടി ചുമ്മാ ഒന്ന് മുക്കുള്ളൂ. മുക്കി വെച്ചാൽ കുടയും. അപ്പൊ സാറിന് അതിന് മാത്രം മണ്ണെന്ന് കയറിട്ട് കുറച്ചൊക്കെ വലിക്കും കൂട്ടും. എന്നിട്ട് 2 പേര് അപ്പറേ ഒരാൾ ഇപ്പറേ നിന്നും ഇങ്ങനെ വലിക്കും. കണ്ടത്തിന്റെ 2 പുതിയ വരമ്പയിൽ നിൽക്കും. എന്നിട്ട് ഇനി വലിച്ചു കൊണ്ടുവന്ന് ആ കജയെ കൂടെ ഒക്കെ ഉരസി തന്നെ പോകേണ്ടത്. ഉടനെ ഇതൊക്കെ പോവും. ചാഴിയൊക്കെ പോകുമ്പോ ഇതിന്റെ മണം പോകുമ്പോ ചാഴി പിന്നെ അങ്ങനെയാണ് ചാഴീനെ ഓടിക്കുന്നത് അന്നത്തെ കാലം. അത് കഴിഞ്ഞ് ഇതും കഴിഞ്ഞ് ചിലപ്പോ ഈ പീരീഡ് കഴിയുമ്പോഴായിരിക്കും ഒരു മഴയും കാറ്റും കൂടെ വന്നത്. അടിച്ചു കൊത്തി അങ്ങ് വീഴും. ഈ ചിലപ്പോ കതിര് മൂക്കണതിന് മുമ്പായിരിക്കും അടി പോകണം, ഇതങ്ങ് പൊട്ടിച്ചു പോകും. ഈ 2 കണ്ടം കൂടെ ഇത് മെതിച്ചു കഴിഞ്ഞാൽ 100 പറ നെല്ല് നമ്മുടെ ചെലവിനുള്ള കഷ്ടി കിട്ടും. ഞാൻ 10ാം ക്ലാസ്സൊക്കെ ചോദിച്ചാൽ പിന്നെ ഏതാണ്ട് 50-52 ആയിരിക്കും. അന്ന് മുതലൊക്കെ ഈ രാസവളമൊക്കെ ഉപയോഗിച്ച് വന്നപ്പോഴത്തേക്കും സംഗതിയൊക്കെ ഈ പണ്ടത്തിലൊക്കെ വ്യത്യാസപ്പെട്ടു. ഈ 100 പറ നെല്ല് കെട്ടിക്കൊണ്ടിരുന്ന 300 പറ 400 500 പറ നെല്ല് നെല്ല് നമുക്ക് കിട്ടി. അത് കണ്ടപ്പോഴത്തേക്ക് അപ്പത്തന്നെ നല്ല ആള് എടുക്കണമല്ലോ എന്ന് പറഞ്ഞ അപ്പൊ അപ്പച്ചനും അന്വേഷിച്ചപ്പോ എല്ലാവർക്കും ഇതുപോലെ കിട്ടുന്നുണ്ട്. അത് ഇതിനാ ഈ രാസവളവും ഇറങ്ങിയതിന്റെ ഗുണം. അപ്പൊ അപ്പച്ചനൊക്കെ സന്തോഷമായി പോയി. ഈ 10-500 പറ നെല്ലും മറ്റേ ഇതിന്ന് കിട്ടാന്ന് വെച്ചാൽ മറ്റേ 100 പറ നെല്ല് കിട്ടൂലല്ലോ. അതും ചെമ്പാവ് തന്നെയായിരുന്നു. അല്ല അന്നേരം 5000 ഈ പുതിയ വിത്തുകളൊക്കെ വന്നു. അത് 5000 പാകി പറിച്ച് നടുകയും ചെയ്യും, ചിലർ വിതയ്ക്കുകയും ചെയ്യും. കഴിഞ്ഞാൽ കൂടുതൽ നാള് നിൽക്കണം അതിന് നടിയിലൊക്കെ. ഇത് 2 വന്നപ്പോഴത്തേക്കും വിധം മാറി. നെല്ല് കണ്ടമാണ്. പക്ഷേ പഴയ നെല്ലിന് രുചിയൊന്നുമില്ല, അതിന് ചവരില്ല, ഈ വെള്ളയരിയാണ്. എന്നാലും ഭയങ്കര ഇന്നത്തെ ഈ 5000 എന്ന് പറഞ്ഞപ്പോഴുണ്ട് അതിന്റെയൊക്കെ ഇരട്ടി വിളവാണ്. അവനെയൊക്കെ ഇനി കൊണ്ടുവന്നുകൊണ്ട് ഒരു ഇതങ്ങ് മെതിച്ചു കഴിഞ്ഞാൽ ഒരു 5-6 നല്ല മണി പോലെയുള്ള പൊക്കം കുറവാണ്, വീഴൂല. മറ്റേതൊക്കെ വീണ് ലക്കിന് കിട്ടിയാൽ കിട്ടി. അങ്ങനെയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, വൈക്കോൽ ഇച്ചിരി കുറവായിരിക്കും. വൈക്കോൽ കുറവായിരിക്കും. വൈക്കോൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആദ്യ കാലത്ത് ഈ കണ്ടത്തിലൊക്കെ അപ്പത്തിന് ഈ ചാമ വതിക്കും. ഇനി മഴയുടെ വെള്ളമുണ്ടല്ലോ, ചാമ വതിച്ച് അല്ലെങ്കിൽ വേറെ വരകോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കൃഷി ചെയ്യും. അല്ലെങ്കിൽ മുതിര വതിക്കും. ഇതെല്ലാം കഴിഞ്ഞ് കണ്ടങ്ങളൊക്കെ കിടക്കുന്ന അതില് ആയിരിക്കും പിന്നെ അവസാനമായിട്ട് വിത്ത് വാങ്ങണം. അത് കഴിഞ്ഞ് ഒരു 58-60 ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ 60 ആകുമ്പോഴത്തേക്കും അന്നൊക്കെയാണ് ഈ കറണ്ടിൻ്റെ ഒക്കെ വരവ്. കറണ്ട് വന്നപ്പോഴത്തേക്കും ഈ സംഗതി ഇതൊക്കെ മാറി. ഇടുക്കി ഡാം വന്നതിന് ശേഷം അത് ശരി. രാസവളങ്ങളൊക്കെ ഇറങ്ങി. അത് കഴിഞ്ഞ് ഈ അന്നൊക്കെ വിതയായിരുന്നല്ലോ, വിതയുടെ കാര്യം ഇപ്പം പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് തോന്നി ഇത് നടുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സീസൺ നോക്കിയാൽ നെല്ല് അതിന് പറ്റിയ ഞാറ് ചെമ്പാവും വിത്ത് ഇവിടെ പാകും. ഈ പറമ്പില് അല്ലെങ്കിൽ മാരിയിലൊക്കെ പാകും. പാകി പറിച്ച് അന്നേരം വെള്ളം കയറി കിടക്കണ പാകണം. വെള്ളമൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും അത് പറിച്ചുകൊണ്ട് ആദ്യം പറിക്കും, പിന്നെ അത് കൊണ്ടുപോയി വെള്ളം നില ഒരുക്കി എടുത്ത് കൊണ്ടുപോകും. ഈ നടിയിൽ തുടങ്ങിയതിന് കുറച്ചുകൂടെയൊക്കെ
നെല്ല് കിട്ടി തുടങ്ങി. അന്ന് ഈ രാസവളമൊക്കെ ഇറങ്ങി തുടങ്ങി. അമ്മ പിന്നെ ഇവിടെ ഈ കുടിക്കാൻ എന്തെങ്കിലും ഈ മാങ്ങയൊക്കെ ഇടിച്ചിട്ട് പിടിഞ്ഞു ഈ കഞ്ഞോളം കൂട്ടി വെച്ചു പിന്നെ അത്യാവശ്യം കൊടുക്കുന്നവർക്കൊക്കെ കഞ്ഞിയും കൊടുക്കും. അങ്ങനെ മാങ്ങ ചതച്ചിട്ട് വെള്ളം കുടിക്കുമ്പോ ഇവിടെ കൊണ്ടുവച്ച് അങ്ങനെയാണ് ആദ്യത്തെ കൃഷി ഈ കൊയ്ത്ത കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഈ ഓരോരുത്തർക്ക് തിരിച്ചു കൊടുക്കണതും അങ്ങനെ പിടിച്ചു കൊണ്ടുവന്ന് കളത്തി കൊണ്ടുവന്ന് ലൈലായിട്ട് ഇങ്ങനെ അങ്ങനെ അവസാനം അത് മെതിച്ച് രാത്രി പകല് മുഴുവൻ എല്ലാവർക്കും ഒരു സമയത്താ കൊയ്ത്തേക്ക്. പകല് മുഴുവൻ കൊയ്ത്തായിരിക്കും ഈ പെണ്ണുങ്ങളും പിള്ളേരും ഒക്കെ. രാത്രിയിലാണ് മെതിക്കാൻ വേണ്ടത്. സന്ധ്യ ആകുമ്പോഴത്തേക്ക് അവരിഞ്ഞ് വരും. കുടുംബസമേതം തന്നെ പിള്ളേരൊക്കെ പോലെ. എന്നിട്ട് ഈ കളത്തിൽ നിന്ന് എടുത്ത് അപ്പോഴത്തേക്ക് കോലൊക്കെ വെച്ച് കിട്ടി ഇതൊക്കെ റെഡിയാക്കി ഇപ്പോഴായിരിക്കും. അതിൻ്റെ പിടിച്ച് മെതിക്കും. ആ രാത്രി തന്നെ വൈക്കോല് കുടഞ്ഞ് കെട്ടി നമ്മൾ പറഞ്ഞായിട്ട് തോന്നുന്നു വെയിൽ കൊള്ളിക്കാൻ. അത് തുറുവെടുക്കേണ്ടവർക്ക് തുറുവെടുക്കണം. പിന്നെ വിൽക്കേണ്ടവർക്ക് പിന്നെ നമുക്ക് പോത്തിന് കൊടുക്കാൻ ശേഖരിക്കാം. വൈക്കോല് തുറുവിടാനുള്ളതൊക്കെ ഉണ്ട്. അതിന് ഈ റോഡിലോ അല്ലെങ്കിൽ നല്ല വെയിൽ കൊള്ളിടത്ത് കൊണ്ടുപോയി നിരത്തണം. നല്ല ജോറായിട്ട് നിരത്തി അതൊക്കെ നിരത്തി ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ പണപ്പാടൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല 62-ലാണ് ഇവിടെ കറണ്ട് വന്നത്. അതിന് മുമ്പ് വരെ നമ്മൾ ചക്രം വെച്ച് ഒട്ടും ചിലര് കയറ്റോട്ടേക്ക് ആടി ആടി പാട്ടൊക്കെ പാടി നമ്മുടെ ആ ഇവിടെ അത് നീ ഓർക്കണ്ടില്ലായിരിക്കും. പാറക്കണ്ടത്തിന്റെ അവിടെ ഒരു കണ്ണം ഉണ്ടാകും. അതിലൊരു കുഞ്ഞു കുളം ഉണ്ടാകും. അതിലൊരു ചാണമുണ്ട്. അതൊക്കെ ഞങ്ങള് തന്നെ തേക്കണത്. അതുകൊണ്ട് ഒരു അരമണിക്കൂർ തേക്കാൻ മതി. അവിടെ ഒരു ചെറിയ കണ്ട കറണ്ട് ഇഞ്ഞ വന്നതോടുകൂടി സംഗതി അതൊക്കെ മാറി. കറണ്ട് വന്നു. പിന്നെ ഈ ഒഴവ് കന്നാലിയുടെ ഇത് നിർത്തി ട്രാക്ടർ ടില്ലർ. ആദ്യം ട്രാക്ടറാ വന്നത്. ഈ പാടത്തേക്ക് ആദ്യം ഇറങ്ങിയത് കിഴക്കേവിടെ എസ്കോർട്ട് ട്രാക്ടർ 58 മേടിച്ചു. അമ്മയുടെ വീട്ടിൽ ആദ്യമായിട്ട് ട്രാക്ടർ വന്നു. 18 രൂപയാണ് ഒരു മണിക്കൂറിനാണ്. ഓ അങ്ങനെയാ ഈ ട്രാക്ടറിന്. ഒരു 10 വരെ കണ്ടു കഴിഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ മതി. കേറി ഞാൻ കൃഷി ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മള് പാട്ടത്തിന് കൊടുക്കണം. അപ്പൊ ഇപ്പൊ നമുക്ക് എങ്ങനെയാ വെച്ചാൽ ഈ പാട്ടത്തിന് കൊടുത്ത ഒരു വീതം തരുവാണോ നെല്ല്? ഞാൻ അവരോട് പാട്ടം പറഞ്ഞേക്കണേ. 10 പാട്ടം എന്ന് പറഞ്ഞാൽ ഒരു വരെ കണ്ടതിന് 10 വരെ നെല്ല്. അതാണ് സാധാരണ നമ്മൾ വെള്ളം കൂടെ കൊടുക്കുമ്പോൾ മോട്ടർ അടിച്ച് കൊടുക്കും നമ്മളെ. പാട്ട് ചീട്ട് കൊടുക്കണം. അവർക്ക് ഇത് കിട്ടണമല്ലോ. അപ്പൊ ഞാൻ ആദ്യം കൊടുത്തപ്പോ നീ 2 കൊടുത്തേക്ക് എഴുതിക്കോളാൻ പറഞ്ഞു. അന്ന് നമ്മള് ഈ സാധാരണ കൊയ്ത് മെതിച്ച് കൊണ്ടുവരുവാണല്ലോ. ഇപ്പൊ എഴുതിയെന്ന് വെച്ചാൽ ട്രാക്ടർ അങ്ങ് ഇറങ്ങി അല്ലെ കൊയ്ത്ത് വണ്ടി അങ്ങ് ഇറങ്ങി അതിൽ തന്നെ അളവ് വന്നു. അത് കൊണ്ടുവന്ന് ഒരു വണ്ടിയിട്ട് മറിച്ചു. ആ വണ്ടി ഓടി ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഒരു പടുത വീഴ്ച കൊടുത്താൽ മതി. അതിലിട്ടേക്ക് ഇപ്പൊ നെല്ല് വൈക്കോല് കിട്ടിയെങ്കിൽ കിട്ടി. അതിന്റെ 10 നെല്ല് കിട്ടുന്നുണ്ട് ഇപ്പൊ. അപ്പൊ കുഞ്ചാച്ചന് പണ്ടത്തെ കാലഘട്ടമാണോ ഇഷ്ടം ഇപ്പോഴത്തെ ആണോ ഇഷ്ടം? ഇപ്പോഴത്തെ കൃഷി ചെയ്യാൻ ആളുണ്ടെങ്കിൽ ഇപ്പോഴത്തെ തന്നെ ലാഭം. എന്ന് വെച്ചാൽ ഈ നെല്ലെന്ന് പറഞ്ഞാൽ ഒരു 4 മാസത്തിൽ മൂപ്പില്ലല്ലോ. 120 ദിവസമാണ് ഏറ്റവും കൂടിയത്. ആ 120 ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും പെട്ടെന്ന് ആദായം കിട്ടില്ല. വേറൊരു നമ്മളൊരു വാഴ വെച്ചാൽ ഒരു കൊല്ലം കൊല വെട്ടണം. പക്ഷെ ഇന്ന് ഉള്ള ആൾക്കാർക്ക് വലത്തെ പണിയാൻ അറിയാമല്ലോ. അവരാരും അങ്ങ് ഇറങ്ങണില്ല. ഈ പണ്ട് ഒരു ഗാങ് ഉണ്ട് അവര് ഒരാളോട് പറഞ്ഞാൽ മതി ഇത്ര പേര് കൊല്ലം. അപ്പൊ ഒരു വര കണ്ടത്തിന് ഒരാളെന്നുള്ളതാ കണക്ക് നടിയില്. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും 10 പേരെ നിർത്തിയാൽ 10 വര കണ്ടോ 5:30 ആകുമ്പോൾ കയറി വരും. ഈ കുഞ്ചാച്ച 100 പറ കണ്ടം എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഏക്കർ വരും? ഒരു മറ്റേ 5 പറയെന്ന് പറയുന്നത് ഒരു ഇത് വരില്ല.
ഈ പറക്ക് വ്യത്യാസം ഉണ്ട്. അവിടെയൊക്കെ അരിശം പറയുന്നത് വിളിക്കണ ഇതാ ആ അവിടുത്തെ പറ കണക്ക് ആ ഇത്ര പറ വിതയ്ക്കാൻ ആ കണക്ക് വെച്ചിട്ടാണ് ഈ എടുക്കുന്നത്. ഈ 100 പറ വിത്ത് വിതയ്ക്കും. ഓ വിതയ്ക്കാൻ ഉള്ള അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ആ ആ ആ ആ അത് ശരി. ഇന്നത്തെ ഇത് പണിയാണ് ആളുണ്ടെങ്കിൽ ഇന്നത്തെ ആളെല്ലാം കൂടെ നഷ്ടമൊന്നുമില്ല. നഷ്ടമില്ല. പക്ഷെ പണിയാൻ ഈ 3 മാസം കൊണ്ട് എത്ര നെല്ലും കിട്ടും. കൃഷിക്കുള്ള ഒരേ ഒരു പരാധീനത എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ വേണ്ട ഒരു ഇടപാടാണ്. അതെ, ഇത് വിതയ്ക്കാനാണെങ്കിലും നടാനാണെങ്കിലും കാള കൂട്ടാനാണെങ്കിലും നിലനിർത്താനും റബ്ബർ വെട്ടാനും കൊയ്യാനും ഇതിനൊക്കെ ഒരുപാട് ചതിക്കരായി മാത്രമായിട്ട് കൃഷി ചെയ്യുന്നവരാണ്. ഇത് സന്ധ്യയാകുമ്പോഴേ ഈ കൃഷി കഴിഞ്ഞ് മഴത്തെ വെള്ളം കൊണ്ടാണല്ലോ കൃഷി ചെയ്യണേ. ആദ്യത്തെ കുറച്ച് ഭാഗം ഞാൻ ഓർക്കണുള്ളൂ. ഇട്ട സസ്യം മഴയില്ലാതെ ഉണങ്ങിപ്പോകുമേ മാരി ഉണങ്ങിപ്പോകുമേ എന്ന് പറഞ്ഞൊരു വലിയ പാട്ടുണ്ട്. അത് ഈ മാരിയിലൊക്കെ വിതയ്ക്കും, ഇവിടെയൊക്കെ വിതയ്ക്കും. അത് ഈ മാനത്തെ വെള്ളം കൊണ്ടാ. മാനത്തിന്റെ വെള്ളം തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പൂർണ്ണമായിട്ടും മഴ പെയ്യിക്കും. അപ്പൊ ഞാൻ പാടും. കുഞ്ചാച്ചന്റെ ഫാദർ പ്രകൃതിയെ ആശ്രയിച്ചാണല്ലോ കൃഷി മുഴുവൻ. അത് ശരി. വെള്ളം അടിക്കലും നിലത്തിലും പരിപാടികളൊന്നുമില്ലല്ലോ. ഒരു ചുരുട്ട് കൊയ്ത് കഴിഞ്ഞാൽ നേരെ പള്ളിക്ക്. അന്ന് പള്ളിക്ക് കൊടുക്കണം. ഈ കുരിശൊന്നും ഇല്ലല്ലോ. അതുപോലെ പിന്നീരി കൃത്യമായിട്ട് കൊടുത്തോളണം. അന്ന് ദൈവത്തെ മറന്ന് ഒരു കാര്യം ചെയ്യൂല. ഒരു കപ്പ ഇടണമെങ്കിൽ കപ്പ വണ്ടി അപ്പത്തിന് അന്നേരം അപ്പത്തിന് ആ ദൈവത്തെ കണ്ടിച്ചിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് കണ്ടിപ്പിക്കുള്ളൂ. ഒരിക്കലും നേരത്ത് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു കാലായിരുന്നു അന്ന്. സ്നേഹവും സന്തോഷവും സംതൃപ്തി. അമ്മ പറയും ഈ വരമ്പ കെട്ട് മെഴുകുമല്ലോ. ഇപ്പോഴത്തെ പോലെ അല്ല. വരമ്പ കെട്ട് മെഴുകുമ്പോ അമ്മ പറയും, മോനെ ഒരു വടിയും കൊണ്ട് ഒരു കുഴി കുത്തി അതിലേക്ക് 2 പയറിട്ടേക്ക് അതിന്റെ മുകളിൽ ചാരം കൂടെ കൊണ്ടുപോയി ചാരം മാറി തരും അമ്മ. അപ്പൊ ഞങ്ങൾ ഒരാള് കോലും കൊണ്ട് പോകും, പുറകെ ഒരാള് പയറിട്ട് വരും, ഒരാള് ചാരയിട്ട് വരും. വേറെ ഒന്നും ചെയ്യൂല. അപ്പൊ നമ്മൾ ഈ വരമ്പൊക്കെ മെഴുകൂല്ലേ, നട വരുമ്പോ മറ്റേ തോട്ട് വരുമ്പോ അങ്ങനെ ആദ്യമായിട്ട് നമ്മളാണ് ഈ പയറിട്ട് തുടങ്ങിയത്. നടവരമ്പിന് നല്ല വീതിയുണ്ട്, അതിന്റെ 2 വശത്ത് ഇടും. ഈ തോട്ടിന്റെ വരമ്പത്തിടുന്നത് ശരിക്കും ഉണ്ടാവും. ഈ കൊട്ടപ്പടിയാണ് പയറ് പഠിച്ചിട്ടുള്ളത്. കുഞ്ചാച്ചന് പണ്ടത്തെ ജീവിത രീതിയാണോ ഇഷ്ടം, ഇപ്പോഴത്തെ ആണോ? ഇപ്പോഴത്തെ ജീവിത രീതി എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ടത്തെ വന്നു. അതെന്തുകൊണ്ടാ അങ്ങനെ പറയാൻ കാര്യം? എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അന്ന് കുറച്ചുകൂടെയൊക്കെ ഒരു എല്ലാ കാര്യത്തിനും ഒരു തീർച്ച മൂടിച്ചിട്ടുണ്ട്. മനസ്സിലായി. പിന്നെ ഒരു ഐക്യം ഉണ്ടായിരുന്നു അല്ലേ? മൊത്തത്തിൽ കുഞ്ഞുമ്മയുടെ അഭിപ്രായം ഐക്യേ അവരവരുണ്ടാക്കണം. മനുഷ്യർക്ക് പണ്ടും ബുദ്ധിയുണ്ട്, ഇപ്പോഴും ബുദ്ധിയുണ്ട്. പക്ഷെ ചിലർ ആ ബുദ്ധി ചീത്ത രീതിയിൽ ഉപയോഗിക്കും. വളരെ ശരിയാണ്. നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങള് ഞങ്ങളോട് പങ്കുവച്ച കുഞ്ഞുചാച്ചനും എല്ലാവരോടും, നൗചാച്ചയോടും എല്ലാവരോടും, കുഞ്ഞുമ്മയോട് സീനാൻറ്റി ഒക്കെ അകത്താന്ന് തോന്നുന്നു, എല്ലാവരോടും പ്രത്യേകം പഠിപ്പിക്കുക. പ്രത്യേകം ഞങ്ങളുടെ നന്ദി പറയണില്ല, പക്ഷെ സ്നേഹം അറിയിക്കുന്നു. അതെ അതെ. ഞങ്ങളൊക്കെ വന്നോളൂ. ഓ ഇച്ചാച്ചന്റെ പഴങ്കഞ്ഞുകുടിയുടെ വീഡിയോ ഞാനങ്ങ് ഇട്ടു. അതെ അതെ അതെ. കുഞ്ചാച്ച അതൊരു 1.5 സാധനമായിരുന്നു. പഴങ്കഞ്ഞി, കാന്താരിമുളകും. അതെ അതെ. ഒരു കണ്ണാടി അതിന്റെ ആ കണ്ണ് തുരന്ന് വയ്ക്കണം. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള കണ്ണ് ഈ ഭാഗത്ത് 4 കുഴിയാണെങ്കിൽ 4 കണ്ണ് വരും. ഈ കണ്ണ് ഈ നടുക്ക് സെന്ററിലെ കുത്തി കളയാണ്ടിരുന്നാൽ അത് പൊളിച്ച പൊളിയായി പോകും. ഭയങ്കര മാറ്റായിരിക്കും. ഈ കണ്ണ് തുറന്ന് കളഞ്ഞിട്ട് ചാണകപ്പാൽ ഉണക്കി കമത്ത് വെച്ചായിരുന്നു. നമ്മൾ നടന്ന സമയത്ത് എടുത്തു അതുകൊണ്ട് എല്ലാം പല്ലിമട്ട അത് നമ്മളെ നിത്യേന ശ്രദ്ധിക്കുന്നത്. കുംഭത്തിന് നട്ടാൽ പ്രത്യേകതയുണ്ട്. അല്ല ഞാൻ നടന്ന എന്തെങ്കിലും വളരുമോ? ആദ്യം വേണമെങ്കിൽ ഇച്ചിരി കുമ്മായൊക്കെ ഇട്ട് നിലം ഒഴിക്കാം. ഈ കുഴിയൊക്കെ എടുക്കുമ്പോൾ അതിന് മുമ്പ് ഇച്ചിരി കുമ്മായം തൂളി അതൊക്കെ ഒരുക്കി ഇട്ടിട്ട് നടുമ്പോ 2 കിലോ ചാണകപ്പൊടി. ഒരു ചേനക്കോ? ഒരു ചേനക്ക് 2 കിലോ എന്ന് പറഞ്ഞാൽ മാത്രം ഇല്ല. അത് മാത്രം അങ്ങനെ
വെട്ടി മുഴുവാണല്ലോ ഒരുപാട് ചേന ഒരുപാട് നടക്കേണ്ട കാര്യങ്ങൾ. എന്നിട്ടോ ചേച്ചാ ചുറ്റും അങ്ങനെ മണ്ണ് വെട്ടി കൂട്ടണം. മണ്ണ് വെട്ടി കൂട്ടി അതിന്റെ മുകളിൽ കവിയിടും. അവിടെ അമ്മച്ചിയൊക്കെ പച്ചയിലായിരുന്നു. ആ പച്ചയിലയോ എന്നിട്ട് ഈ കോഴിയുള്ള കാലത്തൊക്കെ കോഴി അതിന്റെ മുകളിൽ നമ്മൾ ചൂടൊക്കെ വെട്ടി കോഴി തലയിൽ ഈ ചേന ചുമക്കണമെന്നാ പറഞ്ഞത് എന്റെ ചുറ്റും വെക്കുന്ന ചപ്പം. അപ്പൊ അവനത് അങ്ങനെ ഇരുന്ന് പിന്നെ നനയ്ക്കൊന്നും വേണ്ട. ഇവിടെ ആ കുഴിയെ നനയ്ക്കാ കുഴി എടുത്തത്. മഞ്ചേരി വന്നോണ്ട് ആ തണുപ്പത്താ വന്ന് പെട്ടെന്ന് മുളച്ചു പോകുന്നു. ചേനത്തോടെ അവരുടെ തണ്ട് ചിലത് 2 എണ്ണം വരും. 2 തണ്ട് വരും. ഓരോന്നും കണ്ടിട്ട് നേരത്തെ നല്ല രുചിയാണ്. ചെറുപയറുണ്ട് ചേനത്തണ്ടും ചെറുപയറും വലുതാ. ഇങ്ങനെ ഇങ്ങനെ ആദ്യം കണ്ടിക്കണം. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കണ്ടിച്ച് ഇങ്ങനെ ഇങ്ങനെ കണ്ടിച്ചെടുക്കും. എന്നിട്ട് ഇത് ഈ പീസ് ഇങ്ങനെ കണ്ടിച്ചാൽ ഇതിഞ്ഞെടുക്കണം. ഇങ്ങനെ ഇതിങ്ങനെ കണ്ടി ഈ മുള ഇവിടെ വന്നോട്ടെ. ഈ മുള വേണമെന്നില്ല, ഇത് കളഞ്ഞ മുളച്ചോളും. ഇതായ മെയിൻ കണ്ട വെച്ചേക്കണം. മറ്റു മുളകൾ അത് ഇരുന്നോട്ടെ അല്ലേ? എന്നാലും കുഴപ്പമില്ല, ഇതിന് മുളച്ചോളും. അപ്പൊ ഈ കണ്ണാടി ഞാൻ തുറന്ന് കളഞ്ഞതാ. ഇതിപ്പോ 4 പീസ് ആക്കാം അല്ലേ? ഇല്ല, ഇത് 3 അല്ലേ? അത് ഓക്കെ ഇത് ഇങ്ങനെ മനസ്സിലായി. എന്നിട്ട് ഇതിങ്ങനെ കണ്ടിച്ചാൽ ഇതൊരു പീസ്. ഇത് 3 പീസ്. അത് 3 പീസ്. ഡിക്കി തുറന്നു ഇങ്ങനെയാണ് ചാൻ വെച്ചില്ലേ? അതറിയാം. ഇങ്ങനെ ഞാൻ ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല. എവിടെയൊക്കെ മണ്ണായി. അത് കുഴപ്പമില്ല. ഇത് കൈ കൊണ്ട് സാരമില്ല. കമത്തി വെച്ചോട്ടോ. അപ്പൊ നമ്മള് ചേനയൊക്കെ ആയിട്ട് പോവാ. പറിക്കാല്ലേ? അപ്പൊ ഓൾ ദ ബെസ്റ്റ് മോനെ. പരീക്ഷയ്ക്ക് അടിച്ച് കലക്ക്. അതെ. അപ്പൊ ഒരെണ്ണം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. എന്നാ അടയ്ക്കും മോനെ? അപ്പൊ അമ്മ തന്നെ അടച്ചിട്ട് 6 ദിവസം ഉള്ളൂ. അപ്പൊ ഞങ്ങള് ഇറങ്ങുവാണേ. കുഞ്ഞുമ്മ പോവാട്ടോ. കുഞ്ചാച്ച പോവാട്ടോ. ഇനി വീണ്ടും വരാം. ഇത് മുഴുവൻ അടീനിയാണോ? അല്ല, യൂഫോർബിയാണ്. ഇത് നല്ല ഒരു ബഞ്ചാണ്. ഭംഗിയുണ്ട് കേട്ടോ ഇതിന്റെ ഫ്ലവർ കാണാൻ. ഈ ഫ്ലവർ ഇത് നല്ല ഭംഗി. ഇതാ ഭംഗി കൂടുതൽ. ആ ശരിയാണല്ലോ. പക്ഷേ നല്ല ഷേപ്പ് കറക്റ്റ് അല്ല. ഒരു ഫ്ലവർ ചാടിപ്പോയി. അതാ നല്ല നല്ല പൂവാ. സമ്മറിലാണ്. അങ്ങനെ അമ്മയുടെ വീക്ക്നെസ് ചെടിയായ ആന്തൂര്യത്തിന്റെ ഒരു തൈ കൂടി ചേനയോടൊപ്പം എടുത്തു കേട്ടോ. അപ്പൊ ഞങ്ങള് സ്വന്തം വീട്ടിൽ പോയി മടങ്ങി ഇവിടെ വന്ന് ഭവനത്തിൽ വന്ന് കേറി. ഒരു 1.5 പോക്കായിരുന്നു. അതെ, എന്റെ വീട്ടിലും കേറി. ചക്ക വെച്ചത്, ചായ, മുന്തിരിങ്ങ അതൊക്കെ കണ്ടു. ഇപ്പൊ അവര് ഓൾറെഡി എല്ലാം കഴിച്ചു. പിന്നെ നോബിയുടെ കൊച്ചപ്പന്റെ വീട്ടിൽ നിന്ന് ചൂട് പഴംപൊരി, അതെ അതും കണ്ടു. ജ്യൂസ്, പിന്നെ ഏതാണ്ടൊക്കെ തിന്നു. കപ്പ വറുത്തത്, കാ വറുത്തത്, ഇതൊക്കെ എല്ലാരും കണ്ടു കാണും. അതിനേക്കാൾ ഉപരി നമ്മള് പാടത്ത് പോയി. നല്ല രസമായിരുന്നു. കൊച്ചപ്പന്റെ വീട്ടിൽ നിന്ന് ചേനവിത്ത കൊണ്ടുവന്നു. കൂടാതെ ഒരു ആന്തൂറിയത്തിന്റെ തൈ. ഞാനൊന്നും അറിയാതെ ആന്തൂറിയത്തിന്റെ പറഞ്ഞപ്പോഴത്തേക്ക് നോബി അത് പറിച്ചു വെച്ചു. അതെ, ഇനിയിപ്പൊ അവൻ തൈകളാകുമ്പോ തൈകളുമായിട്ട് വരും. ഓക്കെ, അപ്പൊ എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. ഒത്തിരി ഓർമ്മകൾ പങ്കുവച്ച വീഡിയോ ആണ്. അപ്പോ കണ്ടിട്ടുള്ളവർ ഫുള്ളായിട്ട് കാണണം കേട്ടോ. മറ്റൊരു വീഡിയോയിലേക്ക് നമുക്ക് ഇനി വീണ്ടും കാണും വരേക്കും ബൈ, ശുഭരാത്രി. അതെ, ആകെ ടയേർഡായി. അതുകൊണ്ട്